നമ്മളൊക്കെ ഫോണിൽ ഒരു ഫയൽ മാനേജർ ഉണ്ടാവും. ഫയൽ മാനേജർ അത്യാവശ്യമാണ്. ഇൻബിൽറ്റ് ആയിട്ട് ഫോണിൽ ഒരു ഫയൽ മാനേജർ ഉണ്ടാകുകയും ചെയ്യും. എന്നാൽ ഇത് തുറന്നു നോക്കിയാൽ എവിടെ പോയി ചങ്ങായി, നമുക്കൊന്നും തിരിയല. ഒരുപാട് ഫോൾഡറുകൾ, ഒരുപാട് ഫയലുകൾ, ഇത് എന്തൊക്കെയാണെന്ന് വായിച്ചു നോക്കിയാലും ഒന്നും പിടുത്തം കിട്ടുകയില്ല. ഇതിന് പകരമായിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഗൂഗിൾ കൊണ്ടുതന്നൊരു സംഭവമാണ് ഫയൽസ് ബൈ ഗൂഗിൾ എന്ന് പറയുന്ന ഗൂഗിളിന്റെ ഫയൽ മാനേജർ. ഇപ്പോൾ റീസെന്റ് ആയിട്ട് വരുന്ന മിക്കവാറും ഫോണിൽ ഇൻബിൽറ്റ് ആയിട്ട് ഈ ഫയൽസ് വരുന്നുണ്ട്. നമ്മൾ ഒരുപാട് വീഡിയോ ഇതിന്റെ ചെയ്യുകയും ചെയ്തിരിക്കും. ഈ ഫയൽസിലുള്ള ഒരു അടിപൊളി ടിപ്സാണ് ഈ വീഡിയോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങളുടെ ഫോണിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് എന്താണ് സംഭവം നോക്കുക. സംഭവം ഒന്നുമില്ല, നമ്മളെ ഫോണിൽ ഒരുപാട് ഫയലുകൾ, നമ്മളെ സ്വകാര്യ ഫയലുകൾ ഉണ്ടാവും. ഇപ്പം നമ്മളെ ഫോൺ പലരും എടുത്ത് തുറന്നു നോക്കും, ഗാലറി ഒക്കെ തുറന്നു നോക്കും. അങ്ങനെയുള്ള സമയത്ത് നമ്മളെ ഫോണിലെ നമ്മളെ സീക്രട്ട് ആയിട്ടുള്ള ഫയലുകൾ സേഫ് ആയിട്ട് വെക്കുക, മറ്റാർക്കും എടുക്കാൻ കഴിയാത്ത രീതിയിൽ വെക്കാൻ ഉള്ള ഒരു ഓപ്ഷനാണ് ഫയൽസ് ഓപ്പൺ ചെയ്താൽ ഇവിടെ കാണുന്ന ഈ സേഫ് ഫോൾഡർ. സംഭവത്തിന് ഇതിൻ്റെയും വീഡിയോ നമ്മൾ ചെയ്തിട്ടോ. ഇവിടെ 3 ടാബ് ഉണ്ടാവും: ക്ലീൻ, ബ്രൗസ്, ഷെയർ. ഈ ബ്രൗസിലേക്ക് മാറ്റിക്കഴിഞ്ഞാലാണ് നമുക്ക് ഈ സേഫ് ഫോൾഡർ കിട്ടുക. ഇതിലെങ്ങനെയാണ് നമ്മൾ ഫയലുകൾ സൂക്ഷിക്കുക? ഇതൊന്ന് ഓപ്പൺ ചെയ്താൽ ഇവിടെ പാറ്റേൺ അല്ലെങ്കിൽ പിന്ന് 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ പിന്ന് സെലക്ട് ചെയ്തിട്ട് ഒരു 4 അക്ക പിന്ന് കൊടുത്ത് അതിനുശേഷം അത് കൺഫേം ചെയ്യാൻ വേണ്ടി ഒന്നുകൂടി അത് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പം നമ്മൾ സേഫ് ഫോൾഡർ ഇതിൽ ആക്റ്റീവ് ആക്കി കഴിഞ്ഞു. ഇനി ആക്റ്റീവ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഫയൽസ് ആഡ് ചെയ്യണ്ടേ? അതിന് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് എന്ത് ഫയലാണോ ആഡ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ കുറച്ച് ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്ത് കാണിച്ചു തരാം. 1-2 ഇമേജ് ഞാൻ എടുത്തിട്ട് ഇവിടെ മേലെ 3 ഡോട്ട് ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ മൂവ് ടു സേഫ് ഫോൾഡർ എന്നുള്ള ഒരു സംഭവം കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അന്നേരം നമ്മൾ എൻ്റർ ചെയ്ത ആ പിൻ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. നമ്മളെ ആ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുത്താൽ നമ്മളെ ഫോട്ടോസ് അവിടെ വന്ന്. ഇപ്പോൾ ഗാലറിയിലോ ഫയൽ മാനേജറിലോ എവിടെ നോക്കിയാലും നമ്മൾ ആഡ് ചെയ്ത ആ ഫോട്ടോസ്, നമ്മൾ സേഫ് ഫോൾഡറിലേക്ക് മാറ്റിയ ആ ഫോട്ടോസ് ആർക്കും കാണാനാകില്ല, നമുക്കും കാണാനാകില്ല. ഇനി അതെങ്ങനെ എടുക്കുക? ഇനി നമുക്കിത് എടുക്കേണ്ട സമയത്ത് ഈ സേഫ് ഫോൾഡർ എടുക്കുക, നമ്മളെ പാസ്വേഡ് അവിടെ അടിച്ചു കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക, അതിവിടെ കിട്ടും. ഇനിയിപ്പോൾ ആരെങ്കിലും ഈ ഫയൽസ് എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഇവിടെ സേഫ് ഫോൾഡർ കാണുകയല്ലേ, ഇതും ഇവിടുന്ന് നമുക്കങ്ങ് ഒഴിവാക്കാം. ഇവിടെ 3 ഡോട്ട് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഹൈഡ് സേഫ് ഫോൾഡർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരാൾ ഫയൽസ് എടുത്ത് നോക്കിയാൽ ആ സേഫ് ഫോൾഡർ കാണുകയില്ല. നമുക്കിത് വീണ്ടും ആവശ്യം വരുന്ന നേരം 3 ഡോട്ടിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക, സേഫ് ഫോൾഡർ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും അവിടെ വന്ന് സംഭവം. അങ്ങനെ ഇത് നിങ്ങൾക്ക് ഉപകാരം തോന്നിക്കേണ്ട ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കണ്ട. നമുക്കതൊരു ബൂസ്റ്റാണ്. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.